ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലെ എല്ലാവർക്കും സ്വാഗതം. ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. എത്തിയ ഉടനെ തന്നെ ഇതിന് മുന്നിൽ ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സ് ഊരിട്ട് ഭക്ഷണം കഴിക്കാൻ. ഓക്കെ, അപ്പം ഞാനീ കാണിക്കുന്ന ആത്മാർത്ഥയുടെ പകുതികൾ നിങ്ങൾ കാണിക്കണം. ഇത് കാണുമ്പോൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ. ഓക്കെ, ഞാനങ്ങനെ പറഞ്ഞ് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇൻട്രാഡേ ബേസിൽ നമുക്ക് ലെവലുകളൊന്നും അത്ര വലുതായിട്ട് വർക്ക് ചെയ്യത്തില്ല. എങ്കിലും ഒരു ന്യായമായ രീതിയിൽ നമ്മുടെ ലെവലുകൾ വർക്ക് ചെയ്തു. എങ്കിലും ഈ ഇൻട്രാഡേ ബേസിസിൽ നമ്മൾ വരയ്ക്കുമ്പം ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റി ഡേയ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പ്രശ്നകലുഷിതമായ സമയങ്ങളിൽ നമ്മൾ ലെവലുകളൊക്കെ വർക്ക് ചെയ്യാൻ വളരെ സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മളതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിനി ഈ ലെവലുകൾ എങ്ങനെയാണ് ഇനി നാളെ വർക്ക് ചെയ്ത്, ഇപ്പോൾ ഇന്ന് നോക്കിക്കേ, മാർക്കറ്റ് രാവിലെ എന്ത് ചെയ്തു? രാവിലെ ഒരു സെറ്റപ്പ്, ഒരു ബുള്ളിഷ് സെറ്റപ്പ് തന്നു. നമുക്കറിയാം, രാവിലെ ഒരു ബുള്ളിഷ് സെറ്റപ്പ് തന്നു. ഒരു ഗ്യാപ്പ് അപ്പിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ? ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ബുള്ളിഷ് സെറ്റപ്പ് തന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റിന് ശേഷം ഒരു നമ്മൾ വരച്ച ലൈൻ വന്ന് സപ്പോർട്ട് എടുത്തു അല്ലേ? സപ്പോർട്ട് എടുത്ത് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ റിജക്ഷൻ ക്യാൻഡിലിൽ ട്രേഡ് എടുത്തവർക്ക് കിട്ടിക്കാണും, പലരും എടുത്തവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടിക്കാണും. ഞാനത് കണക്കാക്കുന്നില്ല, കാരണം അത് എക്സ്പീരിയൻസ് ട്രേഡറിനുള്ള ട്രേഡാണ്. പക്ഷേങ്കിൽ ബിഗിനേഴ്സിനുള്ളൊരു ട്രേഡ് ഞാൻ പറയാം. ബിഗിനേഴ്സിനുള്ള ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കേ, നിങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റ് ഇവിടെ വലിയൊരു ഇച്ചിരി വലുതാക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി നേരം കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോമായി ഇല്ലേ? റെഡ് ക്യാൻഡിൽ ഫോമായി നമ്മൾ വരച്ച ലൈൻ ക്രോസ് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തു ഇല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചാണ് ഒരു മാർക്കറ്റ് ഇനിയും പൊട്ടാൻ പോകാൻ താഴോട്ട്, ഒരു പൊട്ടലിനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് നമ്മൾ ധരിച്ച് എല്ലാവരും പി എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. കാരണം ഇന്നിപ്പോൾ മാർക്കറ്റ് പൊട്ടുന്നുള്ള ധാരണയുള്ളവർക്കാണ്, ഞാനടക്കം എല്ലാവർക്കും പൊട്ടും എന്നൊരു ധാരണയായിരുന്നു. കാരണം സെൻറ്റിമെൻറ്റ്സ് അങ്ങനെയായിരുന്നു. പക്ഷേങ്കിൽ മാർക്കറ്റ് അതിന് ഓപ്പോസിറ്റാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്ത്. അപ്പം ഇവിടെ നമുക്കൊരു ബിഗിനേഴ്സ്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പഴയ ഗ്രൂപ്പിനേക്കാളും പുതിയ ഗ്രൂപ്പിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള കാര്യം, കൂടാനുള്ള കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവർ കറക്റ്റ് പ്രൈസ് ആക്ഷൻ മാത്രമേ നോക്കുകയുള്ളൂ. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബിഗിനേഴ്സിനോട് നിങ്ങൾ കൃത്യമായി പ്രൈസ് ആക്ഷൻ നോക്കി മാത്രമേ എൻട്രി എടുക്കാവൂ എന്നുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് അവിടെ പ്രോഫിറ്റ് ആൾക്കാരുടെ എണ്ണം കൂടി. ഇവിടെ എന്താ സംഭവിച്ച് നോക്കിക്കേ, ഒരു റെഡ് ക്യാൻഡിൽ ഫോമായി, അതിനുശേഷം വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി ഇല്ലേ? പക്ഷേ ഇവിടെ ഒരു കൺഫർമേഷൻ ഇല്ല. ദർ ഇസ് നോ കൺഫർമേഷൻ ഇല്ലേ? അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ഈ ക്യാൻഡിലാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ക്യാൻഡിൽ. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നോക്കിക്കേ, ഫുൾ ബോഡി ക്യാൻഡിലാണ്, ഓൾമോസ്റ്റ് ഫുൾ ബോഡി, 95% ഫുൾ ബോഡി ക്യാൻഡിലാണ്. ഇതൊരു എൻട്രി സെറ്റപ്പാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ചെറിയ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലേ? വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്കിവിടെ ഒരു എൻട്രി കിട്ടി, ക്ലിയർ ആയിട്ടൊരു എൻട്രി കിട്ടി ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ ഒന്നുകിൽ റീടെസ്റ്റ് ഇവിടെ താഴെ എടുത്തു, അല്ല മുകളിലെടുത്ത് എവിടെ എത്തിയാലും. പക്ഷേ എനിക്ക് ഡബിൾ കൺഫർമേഷൻ എന്താണ്? ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇല്ലേ? റിജക്ഷൻ ക്യാൻഡിലാണ്. താഴെ നിന്ന് മാർക്കറ്റ് വന്നു, താഴോട്ട് വന്നെങ്കിലും അന്ന് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിൽ സ്പിന്നിങ് ടോപ്പ് പോലെ അവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു വൺ സൈഡ് റാലി നമുക്ക് നടത്തി ഇല്ലേ? അപ്പോൾ ഇവിടെ എൻട്രി എടുത്ത് ധാരാളം ആൾക്കാരുണ്ട്, സ്ക്രീൻഷോട്ട് അയച്ചു തന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇവിടെ കറക്റ്റ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, അത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രം. കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കി ചെയ്യുന്നവർക്ക് ഒരു ട്രേഡ് കിട്ടി. നമ്മുടെ ട്രേഡ് ഇവിടം വരെ ഉള്ളൂ, നമുക്ക് ടാർഗറ്റ് ഇവിടം വരെ ഉള്ളൂ. ഇവിടം വരെ ഒന്നും നമ്മൾ തർക്കിക്കുന്നില്ല, ഇവിടം വരെ. കാരണം നമ്മൾ വരച്ചിട്ട് ലൈൻ ഇവിടം വരെയാണ്, 24,851. ഇവിടം വരെ വന്നു. എത്ര പോയിന്റ് വന്നു? 24,721, 850, ഏകദേശം ഒരു 120 പോയിൻറ്റിൻ്റെ ഗെയിൻ, 120 പോയിൻറ്റിൻ്റെ ഗെയിൻ കിട്ടി. അങ്ങനെയാണ് ഒരു 50 പോയിൻറ്റെങ്കിലും ക്ലിയർ ആയിട്ട് പോട്ടെ, 20, 30, 40 നിങ്ങൾ എത്ര വെച്ചാൽ എടുത്താൽ എത്രയെങ്കിലും ആയിട്ട് പ്രോഫിറ്റ് ആണല്ലോ, അതറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ ആ കറക്റ്റ് പ്രൈസ് ആക്ഷൻ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അല്ല, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇവിടുന്ന് ഒരു റിജക്ഷൻ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ സംഭവിച്ചില്ല. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അവിടുന്ന് പിന്നൊരു ഇത് പിന്നെ ഒന്നും നമുക്ക് പ്രൈസ് ആക്ഷനിൽ പറയാൻ പറ്റില്ല, കാരണം ഇവിടെ പ്രൈസ് ആക്ഷൻ ഉണ്ട്. ഇവിടെ പ്രൈസ് ആക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം അവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോമായി. അതിനുശേഷം ഒരു സ്പിന്നിങ് ടോപ്പ് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. കാരണം എന്താ? ഇവിടെ 80%, മോർ ദാൻ 80% മുകളിൽ എന്തുകൊണ്ട്? ബോഡിയുണ്ട്, എടുക്കുക ട്രേഡ്. അങ്ങനെ എടുത്തവർക്ക് ഇവിടെ പ്രോഫിറ്റ് ഉണ്ട്. എന്താണ്? ന്യായം പാലിച്ചവർ മാത്രം.
ന്യായം പാലിച്ചവർക്ക് ഇത് കറക്റ്റ് ഇതൊരു 25-30 പോയിൻ്റ് ക്യാൻഡിലായിരുന്നു. അപ്പോൾ ഈ 15 പോയിൻറ്റോ 20 പോയിൻറ്റോ എടുത്തവർക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എനിവേ ഞാൻ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. നിങ്ങൾ പിന്നെയും വീണ്ടും ഒരു റീടെസ്റ്റ് പോലെ നടത്തി വീണ്ടും താഴെ വന്നു, വീണ്ടും മാർക്കറ്റ് കൂടി ഇങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു ഇല്ലേ. മാർക്കറ്റ് ഇപ്പം പിന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ. നമ്മളെപ്പോഴും ഈ ഏരിയയിൽ മാർക്കറ്റ് വന്നപ്പോൾ പൊട്ടും എന്നുള്ളൊരു ധാരണയിൽ ഇങ്ങനെ ഇരുന്നു. എല്ലാവരും ട്രേഡ് എടുത്തു. പക്ഷേങ്കിൽ പൊട്ടിയില്ല. മാർക്കറ്റ് കറക്റ്റ് നമ്മൾ ആ വരച്ച ലൈനിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിന്നു. ഇതാണ് ഇന്നലെ സംഭവിച്ച കാര്യം. അപ്പം ഇനി എന്താ പറയണ്ടേ? ഇനിയും പറയാനുള്ള കാര്യം നാളെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാളെ എന്താ സംഭവിക്കുക വെച്ചാൽ, നിലവിൽ മാർക്കറ്റിൽ നോക്കട്ടെ, US മാർക്കറ്റ് ഇപ്പം ഏകദേശം 378 പോയിൻ്റ് പ്ലസ്സിലാണ് ഓടുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയ ആ റാലിയുടെ അതിൻ്റെ ഒരു അലവലിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പക്ഷേ നമുക്ക് ഗിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി എത്രയിലാണ് ഓടുന്നത്? ഗിഫ്റ്റ് നിഫ്റ്റി 22 ഏകദേശം ഒരു 10-30 പോയിൻറ്റിൻ്റെ നോക്കിക്കോട്ടെ, ഒരു 10-20-25 പോയിൻറ്റിൻ്റെ ഒരു ഇതേ ഉള്ളൂ ഗ്യാപ്പേ നമ്മൾ കാണുന്നുള്ളൂ. 25 പോയിൻറ്റ് പ്ലസ് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ നിലവിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രിയിൽ എന്ത് സംഭവിക്കുന്നുള്ളത് വളരെ നിർണായകമാണ്. നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. പല അനലിസ്റ്റുകളും പറയുന്നു ഇന്ത്യൻ മാർക്കറ്റിന് ഇത് ബാധിക്കത്തില്ല, ഇന്ത്യൻ മാർക്കറ്റ് സ്ട്രോങ് ആണ്, ഇതാണെന്ന് പറഞ്ഞ് ധാരാളം ആൾക്കാർ യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ധാരാളം വീഡിയോസും ഷോർട്സും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, എല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണല്ലോ. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയാം, ഈ അടി ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ബാധിക്കും. പക്ഷെങ്കിൽ ഭയങ്കര സിവിയറായിട്ട് ബാധിച്ചില്ലെങ്കിലും അതിൻ്റെ അലയൊലികൾ നമ്മുടെ മാർക്കറ്റിലും ഉണ്ടാകും. മാർക്കറ്റിന് മുന്നോട്ടുള്ള പോക്കിനെ അത് ശരിക്കും ബാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറില്ല, അടുത്ത പഞ്ചായത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ എന്ത് കാണും? അതിൻ്റെ ഒരു കാറും കോളുമെങ്കിലും കാണും, അറ്റ്ലീസ്റ്റ് ഒരു ചാറ്റ മഴയെങ്കിലും കാണും അല്ലേ. അടുത്ത പഞ്ചായത്തിൽ ഭയങ്കര ഇടിവെട്ടി മഴയായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് സൂര്യൻ ഉദിച്ച് ഭയങ്കര വെയിലും മട്ടമായിരിക്കുമോ? അല്ല. അപ്പോൾ അതിൻ്റെ ഒരു കൂരാപ്പ് നമ്മുടെ പഞ്ചായത്തിൽ കാണും ഇല്ലേ. ചിലപ്പോൾ ഒരു ചാറ്റമഴ പെയ്തെങ്കിലായിരുന്നായി, അല്ലെ ചെറിയൊരു മഴയെങ്കിലും പെയ്യുന്നതായി എന്ന് പറഞ്ഞ പോലെ അവിടെ നല്ല അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അലയലുകൾ എന്തായാലും നമ്മുടെ മാർക്കറ്റിൽ വരും. അങ്ങനെ നമുക്ക് നമ്മുടെ മാർക്കറ്റെ മാത്രം മാറ്റി നിർത്താനായിട്ടൊന്നും പറ്റുന്നില്ല. അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും നമ്മുടെ മാർക്കറ്റിനില്ല. ഓക്കെ, മദർ മാർക്കറ്റ് വീഴുവാണെന്നുണ്ടെങ്കിൽ, US മാർക്കറ്റ് വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് എന്തായാലും എന്ത് ചെയ്യും? അതിനനുസരിച്ച് പ്രതികരിക്കും. അത് മാത്രമല്ല, ഈ ഇറാഖ് സംഘർഷം വരുമ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ എസ്കലേഷൻ ഇതിൻ്റെ അലയൊലികൾ, ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്ന മുഴുവൻ മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ അറബ് കൺട്രീസുകളിലാണ്. മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ GCC രാജ്യങ്ങളിലൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം ഇതൊക്കെ നമ്മുടെ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡുകൾക്കൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാറുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് സർവീസിന് പ്രശ്നങ്ങൾ വരാനുണ്ട്, ട്രേഡുകൾക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ എൻ്റെ കൺസെപ്റ്റാണ് ഞാനീ പറയുന്നത്. എൻ്റെ മാത്രം ചിന്തകളാണ് ഞാനീ പറയുന്നത്. ശരിയാകാം, തെറ്റാകാം. ഓക്കെ, ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് സ്ട്രോങ് ആണ്, അതുകൊണ്ട് ബുള്ളിഷ് സെറ്റപ്പാണ്, മാർക്കറ്റ് മുകളിലോട്ട് പറക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നോർമൽ ആകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മാർക്കറ്റ് പറക്കും. ഇല്ല, ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ അടിയുടെ പ്രശ്നങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും എന്നുള്ള കാര്യത്തിനകത്ത് തർക്കം ഒന്നും ഇല്ല. ഓക്കെ, എനിവേ വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പം നാളെ നമുക്ക് ചിന്തിക്കാം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യം ചിന്തിക്കാം. അപ്പം നമുക്കിവിടെ ഈ ഒരു ക്യാൻഡിൽ വേണ്ട, ഇത് അവിടെ റെസ്പെക്റ്റ് ചെയ്തില്ല. അപ്പം നമുക്കിനി അത് വേണ്ട. നമുക്കിനിയുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ വേണം. അത് കൂടുതലൊന്നും വരയ്ക്കാനൊന്നുമില്ല. ആ ഒരു ക്യാൻഡിൽ വേണം. ഈ ഒരു ക്യാൻഡിലിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നിന്നോട്ട്, ഇതാണ് ഈ ഒരു ക്യാൻഡിൽ. ഇങ്ങനെ നിന്നോട്ട്, ഇതാണ്. മുകളിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് വരയ്ക്കാൻ ഈ ഒരു ലൈൻ. ഓക്കെ, ഈ ഒരു ലൈനാണ് മുകളിൽ വരയ്ക്കാനുള്ളത്. താഴെ വരയ്ക്കാനുള്ള ലൈൻ ഇത്. ഓക്കെ, ഈ 2 ലൈനാണ് നമുക്ക് താഴെ മുകളിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. കൺഫർമേഷൻ 25.015, അതായിരിക്കും നമ്മുടെ കൺഫർമേഷൻ മുകളിലോട്ട് പോകാനുള്ള കൺഫർമേഷൻ. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 24,919 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് 24,817 ഇവിടെ ഒരു ചെറിയ ഇടത്താവളം ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ചുമ്മാ വരച്ചിട്ടേക്കാമേ. ഇതും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻ ഇങ്ങോട്ട് ഇറക്കാം. ഇങ്ങനെ നിൽക്കട്ടെ.
ഇങ്ങനെ നിൽക്കട്ടെ, ഇത് മതി. ഓക്കെ, ഇതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് കൺഫ്യൂഷനാണ്, രണ്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു ചെറിയ ലൈൻ ഞാൻ വരച്ചിട്ടേക്കാമേ, കാരണം എനിക്കത് അതിനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതുകൂടെ കിടന്നോട്ടെ, റെസിസ്റ്റൻസുകളല്ലേ. അപ്പോൾ ഈ 2 ലൈൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ഗ്യാപ്പ് അപ്പ് ആണ് ഗ്യാപ്പ് ഡൗൺ ആണെന്നൊന്നും അറിയത്തില്ല. നാളെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ 25.0 മുകളിലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് നോക്കുക. അവിടെ വരച്ചിട്ട് കാണിക്കുക. ഇവിടെയാണ് മാർക്കറ്റ് 25 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ വന്ന് ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ തിരിച്ചു പോകുന്നത് നോക്കുക. ഓക്കെ, അല്ലാതെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് വരും. ഇത് കൺഫർമേഷൻ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അല്ല ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോരും. അല്ല ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് തിരിച്ചു പോകുക നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ള പ്രൈസ് ആക്ഷൻസ്. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. കാരണം മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ കൂടുതലൊന്നും പറഞ്ഞ് വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഈ പറയുന്ന പോലെ തന്നെ റെസിസ്റ്റൻസിൽ എത്തിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ബോക്സ് പാറ്റേൺ ഉണ്ട്. ആ ബോക്സ് പാറ്റേൺ കഴിഞ്ഞു. ആ ബോക്സ് പാറ്റേണിൻ്റെ ഇടപാട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെറ്റപ്പ് ഞാൻ നോക്കിക്കോട്ടെ. നമുക്ക് ഇതിന് താഴെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈനിന് താഴെ പോയാൽ, ഈ ഒരു ലൈനിന് താഴെ പോയാൽ നമുക്ക് താഴോട്ട് ട്രേഡ് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്, താഴോട്ട്. പിന്നെ താഴോട്ട് നോക്കിയാൽ ഇത് ഈ സാധനം ഇത്രയും. ഓക്കെ, 378 300 പോയിൻറ്റിൻ്റെ ഒരിതുണ്ട്. ഓക്കെ, ഇതിനകത്ത് ചിലപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. മുകളോട്ട് ഇതാണ് ഹൈ. പക്ഷേങ്കിൽ മാർക്കറ്റ് എപ്പോഴും എവിടെ ക്ലോസ് ചെയ്തേ? 944 ഈ നടുക്കാണ് ക്ലോസ് ചെയ്തേക്കുന്നത് മാർക്കറ്റ് കേട്ടോ. മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നോ അല്ല ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നോ നോക്കുക. എന്നിട്ട് മാത്രം നോക്കുക. മുകളിലോട്ട് പോയാൽ കൺഫർമേഷൻ ഇതിൻ്റെ മുകളിലാണ് കൺഫർമേഷൻ. ഇങ്ങോട്ട് പൊട്ടിയാൽ ഇവിടം വരെ. ഇതാണ് ബാങ്ക് നിഫ്റ്റി പറയാനുള്ളത്. അപ്പം അടുത്തത് നമുക്ക് മിഡ് ക്യാപ്പ് നോക്കാം. മിഡ് ക്യാപ്പ് നല്ല ഡിപ്പ് രാവിലെ കിട്ടിയായിരുന്നു. ആ ഡിപ്പ് രാവിലെ കിട്ടിയതിന് ശേഷം അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറി. അപ്പം തിരിച്ച് കയറി നമുക്കപ്പോൾ ഒന്ന് വരച്ച് നോക്കാം. ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു കൃത്യമായിട്ട്. ഈ ലൈൻ തന്നെയാണ്. ഒരു മിനിറ്റ്, ഇതാ നോക്കുക കൃത്യമായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ. ഞാനിപ്പോൾ ഇവിടെ വരച്ച് ഞാൻ നോക്കിക്കേ, കണ്ടോ? ഇത് കണ്ടോ? ഈ ലൈൻ കറക്റ്റായിട്ട് ഇവിടെ. അപ്പോൾ ഇത് നല്ല റെസിസ്റ്റൻസ് ആണ്. ഈ കാണുന്ന സാധനം നല്ല റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അതിന് ശേഷം മുകളിലോട്ട് വരയ്ക്കാനുള്ളത് ഇതാണ്. അതിന് ശേഷം മുകളിലോട്ട് വരയ്ക്കാനുള്ളത് ഈ ലൈനാണ്. ഇത് നല്ല സൂപ്പർ ലൈനാണ്. അതിന് ശേഷം വരയ്ക്കണമെങ്കിൽ ഇവിടെ ഒരു ലൈനുണ്ട്. ക്ലിയറാണ്, വെരി ക്ലിയർ കട്ടാണ്. ഇത് ഇച്ചിരി മുകളിലോട്ട്. ഓക്കെ, ഇത്രയാണ് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിൻ്റെ ഇത്. പിന്നെ ഒരു ഹൈ വരച്ചേക്കാം. ഇതാണ് ഹൈ. ഇത്രയേ ഉള്ളൂ പറയാൻ. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ലൈൻ തേണ്ടിത്. പിന്നെ താഴോട്ട് വരയ്ക്കാനുള്ള ലോ ഇത് ഇത്രയാണ്. റെഡ് കളർ മാറ്റിയേക്കാമേ. ഓക്കെ, വേറെ ഇതെല്ലാം ഉള്ള മാറ്റാൻ പറ്റത്തില്ല. ഇത്ര ലൈനുകൾ കിടന്നോട്ടെ, ഒക്കെ ആവശ്യം വരും. മിഡ് ക്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ ഉള്ളൂ മിഡ് ക്യാപ്പിനകത്ത് പറയാൻ. അപ്പോൾ നിങ്ങൾ ഈ ലെവലുകളൊക്കെ നോക്കിയിട്ട് വരച്ചിടുക നിങ്ങളുടെ ചാർട്ടിനകത്ത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കണ്ട. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.